എന്താണ് E20 പെട്രോൾ? 80% സാധാരണ പെട്രോളും 20% എത്തനോളും കൃത്യമായ അളവിൽ ചേർത്ത മിശ്രിതമാണ് E20 പെട്രോൾ. E0 എന്നാൽ എത്തനോൾ തീരെ ചേർക്കാത്ത 100% ശുദ്ധമായ പെട്രോൾ എന്നാണ് അർത്ഥമാക്കുന്നത്. E10 എന്നാൽ 10% എത്തനോളും 90% പെട്രോളും ചേർത്ത മിശ്രിതമാണ്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ വ്യാപകമായി നൽകിക്കൊണ്ടിരിക്കുന്നത് 20% എത്തനോൾ അടങ്ങിയ E20 പെട്രോളാണ്. പെട്രോളിൽ എന്തിനാണ് ഇത്രയധികം എത്തനോൾ ചേർക്കുന്നത് എന്നതിന് സർക്കാരിന് കൃത്യമായ ചില സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്. ഇന്ത്യക്ക് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ഭാഗം വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിനായി ഓരോ വർഷവും കോടിക്കണക്കിന് ഡോളർ വിദേശ നാണ്യമായി രാജ്യം ചിലവാക്കുന്നുണ്ട്. പെട്രോളിൽ 20% എത്തനോൾ ചേർക്കുന്നതിലൂടെ അസംസ്കൃത എണ്ണയുടെ അതായത് ക്രൂഡ് ഓയിൽ ഇറക്കുമതി വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയും. അതുവഴി രാജ്യത്തിന് വിദേശ നാണ്യം ലാഭിക്കാൻ കഴിയും എന്നതാണ് പ്രധാന ലക്ഷ്യം. കൂടാതെ എത്തനോൾ നിർമ്മിക്കുന്ന കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഈ നയം സഹായിക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. ഇന്ത്യയിൽ പ്രധാനമായും കാർഷിക വിളകളിൽ നിന്നാണ് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പഞ്ചസാര ഫാക്ടറികളിൽ നിന്നുള്ള കരിമ്പിൻ ചണ്ടി അഥവാ മൊളാസസ് ആണ് ഇതിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കരിമ്പിന് പുറമെ ചോളം, കേടായ ധാന്യങ്ങൾ, മറ്റ് കാർഷിക അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്നും എത്തനോൾ നിർമ്മിക്കാൻ സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ എത്തനോൾ മിശ്രിത നയത്തിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. 2014 ഇന്ത്യയിലെ പെട്രോളിൽ വെറും 1.5% എത്തനോൾ മാത്രമാണ് ചേർത്തിരുന്നത്. എന്നാൽ സർക്കാരിന്റെ ദേശീയ ജൈവ ഇന്ധന നയം നാഷണൽ ബയോഫ്യൂവൽ പോളിസി അനുസരിച്ച് ഈ അളവ് പടിപടിയായി വർദ്ധിപ്പിച്ചു. 2030 കൈവരിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന 20% എത്തനോൾ എന്ന നേട്ടം സർക്കാർ നേരത്തെ തന്നെ ലക്ഷ്യമിടുകയും 2025 അത് പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനായി രാജ്യത്തെ എത്തനോൾ ഉൽപാദനശേഷി വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ കുറവ് വരുത്തിയതിലൂടെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായതായി പെട്രോളിയം മന്ത്രാലയം പറയുന്നു. സാധാരണ പെട്രോളിനേക്കാൾ ഊർജ്ജ സാന്ദ്രത എനർജി ഡെൻസിറ്റി കുറഞ്ഞ ഇന്ധനമാണ് എത്തനോൾ. അതായത് 1 ലിറ്റർ ശുദ്ധമായ പെട്രോളിൽ നിന്ന് ലഭിക്കുന്ന അത്രയും ഊർജ്ജം 1 ലിറ്റർ എത്തനോൾ കത്തുമ്പോൾ ലഭിക്കില്ല. അതിനാൽ പെട്രോളിൽ 20% എത്തനോൾ ചേർക്കുമ്പോൾ സ്വാഭാവികമായും വാഹനങ്ങളുടെ മൈലേജ് കുറയും. ഇതൊരു ശാസ്ത്രീയ വസ്തുതയാണ്. 2021 നീതി ആയോഗ് പുറത്തിറക്കിയ റോഡ് മാപ്പ് ഫോർ എത്തനോൾ ബ്ലെൻഡിംഗ് ഇൻ ഇന്ത്യ 2020-25 എന്ന റിപ്പോർട്ടിൽ ഇക്കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. E0 പെട്രോളിനായി ഡിസൈൻ ചെയ്ത 4 വീലറുകളിൽ E20 ഉപയോഗിക്കുമ്പോൾ 6 മുതൽ 7% വരെ മൈലേജ് കുറയാൻ സാധ്യതയുണ്ട്. 2 വീലറുകളിൽ ഇത് 3 മുതൽ 4% വരെ ആകാമെന്നും നീതി ആയോഗ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. വാഹനങ്ങളുടെ ഹാർഡ്വെയറിലും ട്യൂണിംഗിലും മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഈ മൈലേജ് നഷ്ടം പരിഹരിക്കാൻ കഴിയൂ എന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സർക്കാരിന് കീഴിലുള്ള ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ARAI പറയുന്നത് മൈലേജ് കുറയുന്നത് 1 മുതൽ 6% വരെ മാത്രമായിരിക്കും എന്നതാണ്. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളിൽ ഇത് 2 മുതൽ 4% വരെയാണെന്നും വ്യക്തമാക്കുന്നു. എത്തനോളിന്റെ മറ്റൊരു ശാസ്ത്രീയ പ്രത്യേകത അത് അന്തരീക്ഷത്തിൽ നിന്നും വെള്ളം വലിച്ചെടുക്കും എന്നതാണ്. ഇതിനെ വാട്ടർ അബ്സോർപ്ഷൻ അഥവാ ഹൈഗ്രോസ്കോപ്പിസിറ്റി എന്ന് വിളിക്കും. ഇത് വാഹനങ്ങളുടെ ഇന്ധന ടാങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമാകുമെന്ന് ഓട്ടോമൊബൈൽ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പഴയ വാഹനങ്ങളിലെ റബ്ബർ ട്യൂബുകൾ, പ്ലാസ്റ്റിക് ഭാഗങ്ങൾ എന്നിവ എത്തനോളുമായി പ്രവർത്തിക്കുമ്പോൾ വേഗത്തിൽ കേടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളുടെ ഇന്ധന പൈപ്പുകളിൽ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയും എത്തനോൾ വർദ്ധിപ്പിക്കുന്നു. തണുപ്പ് കാലത്ത് എഞ്ചിൻ സ്റ്റാർട്ട് ആകാനുള്ള ബുദ്ധിമുട്ടും പല മെക്കാനിക്കുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ 3 തരം വാഹനങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, E20 പെട്രോളിനായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പുതിയ വാഹനങ്ങൾ, അതായത് 2023 ഏപ്രിലിന് ശേഷം ഭാരത് സ്റ്റേജ് 6 ഫേസ് 2 പ്രകാരം വന്നവ. 2, ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ. ഇവയ്ക്ക് എത്തനോൾ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല. 3, E20 വരുന്നതിന് മുൻപ് നിർമ്മിച്ച പഴയ വാഹനങ്ങൾ. ഈ പഴയ കാറുകളിലും സ്കൂട്ടറുകളിലുമാണ് മൈലേജ് കുറയുന്നതും മറ്റ് എഞ്ചിൻ പ്രശ്നങ്ങളും കൂടുതലായി കണ്ടുവരുന്നത്. ഇന്ത്യയിലെ സാധാരണക്കാരായ വാഹന ഉടമകൾ ഇന്ന് പല വിധത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഏറ്റവും വലിയ പരാതി മൈലേജ് ഗണ്യമായി കുറയുന്നു എന്നതാണ്. 2026 ജൂലൈയിൽ ലോക്കൽ സർക്കിൾസ് എന്ന ഏജൻസി 10,000 കണക്കിന് ആളുകളിൽ നടത്തിയ സർവേയിൽ 66% വാഹന ഉടമകളും തങ്ങളുടെ വാഹനത്തിന്റെ മൈലേജ് കുറഞ്ഞതായി പരാതിപ്പെട്ടു. ഇതിൽ ചിലർക്ക് 20% വരെ മൈലേജ് നഷ്ടം ഉണ്ടായതായും അവർ പറയുന്നു. ഇന്ധനവില കുറയാത്ത സാഹചര്യത്തിൽ മൈലേജ് കൂടി കുറയുന്നത് വാഹനങ്ങളുടെ റണ്ണിംഗ് കോസ്റ്റ് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു. പഴയ ബൈക്കുകൾ, സ്കൂട്ടറുകൾ, കാറുകൾ എന്നിവ ഉപയോഗിക്കുന്ന സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത്. ഈ വാഹനങ്ങളുടെ ഉടമകൾക്ക് തങ്ങളുടെ വാഹനങ്ങൾക്ക് E20 പെട്രോൾ അനുയോജ്യമാണോ എന്ന കാര്യത്തിൽ കടുത്ത ആശയക്കുഴപ്പമുണ്ട്. പല പഴയ വാഹന നിർമ്മാതാക്കളും പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് എഞ്ചിന് കേടുപാടുകൾ വരുത്തിയേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെട്രോൾ പമ്പുകളിൽ ഇന്ന് മറ്റ് ഓപ്ഷനുകൾ ലഭ്യമല്ല എന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. തങ്ങളുടെ പഴയ വാഹനങ്ങൾക്ക് അനുയോജ്യമായ E0 അല്ലെങ്കിൽ E10 പെട്രോൾ അടിക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് അതിനുള്ള അവസരമില്ല.
എല്ലാവരും നിർബന്ധമായും E20 പെട്രോൾ തന്നെ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് രാജ്യത്തുള്ളത്. വാഹനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുന്നു എന്ന് കാണിച്ച് പലരും കോടതികളെ സമീപിച്ചിട്ടുണ്ട്. ഉപഭോക്തൃ സംഘടനകളും ഈ പ്രശ്നം ഗൗരവമായി ഉന്നയിക്കുന്നു. എന്നാൽ E20 പെട്രോൾ കാരണം എഞ്ചിനുകൾ വ്യാപകമായി തകരാറിലാകുന്നു എന്നതിന് തങ്ങളുടെ പക്കൽ തെളിവുകളില്ല എന്നാണ് സർക്കാരിന്റെയും പെട്രോളിയം മന്ത്രാലയത്തിന്റെയും നിലപാട്. അതേസമയം പഴയ വാഹനങ്ങളിൽ ദീർഘകാലം ഈ ഇന്ധനം ഉപയോഗിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മതിയായ സ്വതന്ത്ര പഠനങ്ങൾ നടന്നിട്ടില്ല എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. E20 പെട്രോൾ ഇന്ന് ഇന്ത്യയിൽ വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഉപഭോക്താക്കളുടെ പരാതികൾ വർദ്ധിച്ചതോടെ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ നിരന്തരം രംഗത്ത് വരുന്നു. ജനങ്ങളോട് മതിയായ കൂടിയാലോചനകൾ നടത്താതെയാണ് സർക്കാർ ഈ നയം ഇത്ര വേഗത്തിൽ നടപ്പിലാക്കിയത് എന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. 2026 ജൂലൈ 5-ന് ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ രാഷ്ട്രീയ നിരീക്ഷകനായ തെഹ്സീൻ പൂനെവാലയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വാഹന ഉടമകൾ പങ്കെടുത്ത വലിയൊരു പ്രതിഷേധ സമരവും നടന്നു. സുപ്രീം കോടതിയിലും മറ്റ് കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിനിടെ ഇന്ത്യയുടെ എത്തനോൾ നയം ഒരു പരീക്ഷണമാണെന്നും അതിന്റെ ഫലം അടുത്ത വർഷമേ അറിയാൻ കഴിയൂ എന്നും അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി പറഞ്ഞതായി വാർത്തകൾ വന്നു. ഇത് പ്രതിപക്ഷം ഏറ്റെടുത്തതോടെ വലിയ വിവാദമായി. എന്നാൽ താൻ ഉദ്ദേശിച്ചത് എത്തനോൾ വിതരണത്തിന്റെ അളവിനെക്കുറിച്ചാണെന്നും ഇന്ധനത്തെക്കുറിച്ചല്ലെന്നും അദ്ദേഹം പിന്നീട് വിശദീകരിച്ചു. അക്ഷയ് മൽഹോത്ര എന്ന വ്യക്തി ജനങ്ങൾക്ക് പഴയ വാഹനങ്ങൾക്കായി E10 പെട്രോൾ കൂടി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. E20 നയത്തിന് താൻ എതിരല്ലെന്നും എന്നാൽ പഴയ വാഹന ഉടമകൾക്ക് ഇന്ധനം തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷൻ നൽകണമെന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. എന്നാൽ ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് 2025 സെപ്റ്റംബറിൽ ഈ ഹർജി തള്ളി. ഈ നയം ഇന്ത്യയിലെ കരിമ്പ് കർഷകർക്ക് ഗുണകരമാണെന്നും രാജ്യത്തിന് ഏത് ഇന്ധനം വേണമെന്ന നയപരമായ കാര്യങ്ങളിൽ വിദേശ ശക്തികളെ പോലെ ഇടപെടാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇതിന് പിന്നാലെ ഡീപ് ഫേക്ക് വീഡിയോസുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദവും ഉണ്ടായി. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കും കുടുംബത്തിനും രാജ്യത്തെ E20 നയത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വ്യക്തിപരമായ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു എന്നാരോപിച്ച് ചില ഡീപ് ഫേക്ക് വീഡിയോകളും വ്യാജ പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതിനെതിരെ നിതിൻ ഗഡ്കരി 2026 ജൂലൈയിൽ ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയും മെറ്റ, മറ്റ് സോഷ്യൽ മീഡിയ കമ്പനികൾക്കെതിരെ 11 കോടി രൂപയുടെ സിവിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഇന്ത്യയുടെ എത്തനോൾ നയം പൂർണ്ണമായും നിയന്ത്രിക്കുന്നതും നടപ്പിലാക്കുന്നതും പെട്രോളിയം മന്ത്രാലയമാണെന്നും തനിക്കോ തന്റെ കുടുംബത്തിനോ ഇതിൽ യാതൊരു സാമ്പത്തിക താൽപര്യങ്ങളുമില്ലെന്നും ഗഡ്കരി കോടതിയിൽ വ്യക്തമാക്കി. ഈ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നാഗ്പൂർ പോലീസിൽ മനീഷ് കശ്യപ് അടക്കമുള്ള ചില യൂട്യൂബർമാർക്കെതിരെ ക്രിമിനൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരോപണങ്ങളെല്ലാം സർക്കാർ പൂർണ്ണമായും തള്ളിക്കളയുകയും ഇതിന് പിന്നിൽ ചില നിക്ഷിപ്ത താൽപര്യക്കാരാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം എത്തനോൾ മിശ്രിതം പഞ്ചസാര വ്യവസായത്തിനും കരിമ്പ് കർഷകർക്കും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായി പണം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സുരക്ഷിതമാക്കാനും ഈ നയം സഹായിക്കുന്നു. എന്നാൽ ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് സാമ്പത്തികമായി ലാഭമാണോ അതോ നഷ്ടമാണോ എന്നതാണ് പ്രധാന ചോദ്യം. എത്തനോളിന് പെട്രോളിനേക്കാൾ ഉൽപാദന ചിലവ് കുറവാണ്. എങ്കിലും പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ ഇതിന്റെ വിലക്കുറവ് ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. നീതി ആയോഗ് 2021 തങ്ങളുടെ റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. എത്തനോൾ ചേർത്ത പെട്രോളിന് ഊർജം കുറവായതിനാൽ ജനങ്ങൾക്കത് സ്വീകാര്യമാകണമെങ്കിൽ സാധാരണ പെട്രോളിനേക്കാൾ വില കുറച്ച് നൽകണം. എത്തനോളിന് നികുതി ഇളവുകൾ നൽകി റീറ്റെയിൽ വില കുറയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം സർക്കാർ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. മൈലേജ് കുറയുന്നതിനാൽ ജനങ്ങൾക്ക് ഒരേ ദൂരം സഞ്ചരിക്കാൻ മുൻപത്തേക്കാൾ കൂടുതൽ പെട്രോൾ അടിക്കേണ്ടി വരുന്നു. ഉദാഹരണത്തിന് 1 ലിറ്ററിൽ 15 കിലോമീറ്റർ മൈലേജ് ലഭിച്ചിരുന്ന ഒരു കാർ E20 അടിക്കുമ്പോൾ 6% മൈലേജ് നഷ്ടം വന്നാൽ അത് 14.1 കിലോമീറ്ററായി കുറയും. 1000 കിലോമീറ്റർ ഓടിക്കാൻ മുൻപ് 67 ലിറ്റർ മതിയായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 71 ലിറ്റർ ഇന്ധനം വേണ്ടിവരും. ഇത് ഉപഭോക്താക്കളുടെ പോക്കറ്റിൽ നിന്ന് കൂടുതൽ പണം നഷ്ടപ്പെടാൻ കാരണമാകുന്നു എന്ന് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇതിനെ പെട്രോളിയം മന്ത്രാലയം എതിർക്കുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഭദ്രതയ്ക്ക് ഈ പദ്ധതി അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. E20 പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി വാഹനങ്ങളിൽ നിന്നുള്ള പുക മലിനീകരണം വലിയ തോതിൽ കുറയുന്നു എന്നാണ് സർക്കാരിന്റെ പ്രധാന അവകാശവാദം. എത്തനോൾ കത്തുമ്പോൾ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബണുകൾ എന്നിവ ഗണ്യമായി കുറയുന്നു. ഇത് നഗരങ്ങളിലെ വായു മലിനീകരണം തടയാൻ സഹായിക്കും. എന്നാൽ ഇതിന്റെ മൊത്തത്തിലുള്ള പാരിസ്ഥിതിക ആഘാതം വിലയിരുത്തുമ്പോൾ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ എത്തനോൾ പ്രധാനമായും നിർമ്മിക്കുന്നത് കരിമ്പിൽ നിന്നാണ്. കരിമ്പ് ഒരു ജലക്ഷാമം ഉണ്ടാക്കുന്ന കൃഷിയാണ്. 1 ലിറ്റർ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം കൃഷിക്കായി ഉപയോഗിക്കേണ്ടി വരുന്നു. കരിമ്പ് കൃഷി വ്യാപകമാകുന്നത് ഭാവിയിൽ വലിയ ഭൂഗർഭ ജലക്ഷാമത്തിന് കാരണമാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു.
കൂടാതെ എത്തനോൾ നിർമ്മിക്കാൻ ചോളം പോലുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിക്കുന്നത് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. വളർന്നു വരുന്ന ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഭക്ഷ്യവിളകൾ ഇന്ധനത്തിനായി മാറ്റിവെക്കുന്നത് ഭക്ഷണമോ അതോ ഇന്ധനമോ എന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള വലിയൊരു വിവാദത്തിന് ഇന്ത്യയിലും വഴിവെച്ചിട്ടുണ്ട്. ബ്രസീൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷങ്ങളായി എത്തനോൾ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വാഹനങ്ങൾ ഇതിന് അനുയോജ്യമായ രീതിയിൽ മുൻകൂട്ടി തന്നെ ഡിസൈൻ ചെയ്യപ്പെട്ടിരുന്നു. അമേരിക്കയിലും ബ്രസീലിലും ജനങ്ങൾക്ക് തങ്ങളുടെ പഴയ വാഹനങ്ങൾക്ക് അനുയോജ്യമായ ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. E20 പെട്രോൾ എന്ന നയം രാജ്യത്തിന്റെ വിദേശ നാണ്യം കോടിക്കണക്കിന് രൂപയുടെ തോതിൽ ലാഭിക്കാനും കരിമ്പ് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കാനും ഉപകരിക്കുന്നു എന്നത് വസ്തുതയാണ്. പുതിയ വാഹനങ്ങളിൽ പുകമലിനീകരണം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. എന്നാൽ ഇതേ നയം രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന പഴയ വാഹന ഉടമകളിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മൈലേജ് നഷ്ടത്തെക്കുറിച്ചും പഴയ വാഹനങ്ങളിലെ എഞ്ചിൻ തകരാറുകളെക്കുറിച്ചുമുള്ള ഉപഭോക്താക്കളുടെ പരാതികളിൽ പലപ്പോഴും കൃത്യമായ പരിഹാരം ഉണ്ടായിട്ടില്ല. പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ കൃത്യമായി സർവീസ് ചെയ്യുകയും ഇന്ധന പൈപ്പുകളും മറ്റും ഇടവേളകളിൽ പരിശോധിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം പോളിസി മേക്കേഴ്സ് ജനങ്ങളുടെ ഈ ആശങ്കകൾക്ക് കൂടുതൽ വ്യക്തമായ ശാസ്ത്രീയ മറുപടികൾ നൽകേണ്ടതുണ്ട്. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പഴയ വാഹനങ്ങൾക്ക് അനുയോജ്യമായ E10 ഇന്ധനം തിരഞ്ഞെടുക്കാൻ ചില പമ്പുകളിലെങ്കിലും അവസരം നൽകണമോ എന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ തുറന്ന ചർച്ചകൾ ആവശ്യമാണ്. എത്തനോൾ ചേർത്ത പെട്രോളിന് വിലക്കുറവ് നൽകണമെന്ന നീതി ആയോഗിന്റെ നിർദ്ദേശം നടപ്പിലാക്കുന്നത് വാഹന ഉടമകളുടെ സാമ്പത്തിക ബാധ്യത ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിച്ചേക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.